ുമ്പോൾ ആ പരാതി ആര് തെറ്റ് ചെയ്തോ അവർക്ക് തന്നെ അയച്ചു കൊടുത്ത് നമ്മളെ അപമാനിക്കുകയല്ലാതെ ആ പരാതിക്ക് കൃത്യമായ ഒരു മറുപടി തരികയോ ആ പരാതി പരിഹരിക്കുകയോ ചെയ്യാത്ത ഒരു സർക്കാരാണിത്. ഈ സർക്കാരിന്റെ സമയത്ത് സർക്കാരും ഉദ്യോഗസ്ഥരെ സൂക്ഷിച്ചുകൊള്ളുക. ഈ കോടതിയിൽ പോയാൽ അവിടെ കൈ കെട്ടിന്ന് സമാധാനം പറയേണ്ടി വരും. അപ്പോൾ ഞാൻ ഇന്നിത് വിളിക്കുക ഒരിക്കലും ഇവർ നടപടിയെടുത്തു എന്നുള്ള വിശ്വാസം എനിക്കില്ല. ഒരിക്കലും നടപടി എടുക്കത്തില്ലെന്ന് എനിക്കറിയാം. കോടതിയിൽ പോകാനുള്ള എല്ലാ പേപ്പേഴ്സും തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇവരെ വിളിച്ചത്. അപ്പോൾ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണപ്പെട്ടവർ മുഖ്യമന്ത്രിക്കല്ല, ഈ കേരളത്തിൽ ആർക്ക് പരാതി കൊടുത്താലും ആ പരാതി ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ആ പരാതി അവിടെ നനങ്ങിയാല അവർക്ക് വേണ്ടി നടപടി എടുക്കുകയില്ല എന്ന് ഉറപ്പാക്കാത്തവരായിരിക്കണം. വേണ്ടപ്പെട്ടവർക്കെതിരെ ഒരു പരാതി കൊടുത്താൽ ഈ കേരളത്തിൽ അത് യാതൊരു നടപടി ഉണ്ടാകുകയില്ല. അവർക്ക് വേണ്ടാത്തവരാണെങ്കിൽ അടിയന്തരമായി അത് നടപടി എടുക്കുകയും ചെയ്യും, വേണ്ട ശിക്ഷാ നടപടിയിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമായ കാര്യത്തിൽ രേഖാമൂലം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആ പരാതി ആര് തെറ്റ് ചെയ്തോ അവർക്ക് തന്നെ അയച്ചു കൊടുത്ത് നമ്മളെ അപമാനിക്കുകയല്ലാതെ ആ പരാതിക്ക് കൃത്യമായ ഒരു മറുപടി തരികയോ ആ പരാതി പരിഹരിക്കുകയോ ചെയ്യാത്ത ഒരു സർക്കാരാണിത്. ഈ സർക്കാരിന്റെ സമയത്ത് സർക്കാരും ഉദ്യോഗസ്ഥരെ സൂക്ഷിച്ചുകൊള്ളുക. ഈ കോടതിയിൽ പോയാൽ അവിടെ കൈ കെട്ടിന്ന് സമാധാനം പറയേണ്ടി വരും. അപ്പോൾ ഞാൻ ഇന്നിത് വിളിക്കുക ഒരിക്കലും ഇവർ നടപടിയെടുത്തു എന്നുള്ള വിശ്വാസം എനിക്കില്ല. ഒരിക്കലും നടപടി എടുക്കത്തില്ലെന്ന് എനിക്കറിയാം. കോടതിയിൽ പോകാനുള്ള എല്ലാ പേപ്പേഴ്സും തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇവരെ വിളിച്ചത്. അപ്പോൾ പൊതുജൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണപ്പെട്ടവർ മുഖ്യമന്ത്രിക്കല്ല, ഈ കേരളത്തിൽ ആർക്ക് പരാതി കൊടുത്താലും ആ പരാതി ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ആ പരാതി അവിടെ നനങ്ങിയാല അവർക്ക് വേണ്ടി നടപടി എടുക്കുകയില്ല എന്ന് ഉറപ്പാക്കാത്തവരായിരിക്കണം. വേണ്ടപ്പെട്ടവർക്കെതിരെ ഒരു പരാതി കൊടുത്താൽ ഈ കേരളത്തിൽ അത് യാതൊരു നടപടി ഉണ്ടാകുകയില്ല. അവർക്ക് വേണ്ടാത്തവരാണെങ്കിൽ അടിയന്തരമായി അത് നടപടി എടുക്കുകയും ചെയ്യും, വേണ്ട ശിക്ഷാ നടപടിയിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമായ കാര്യത്തിൽ രേഖാമൂലം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.